ഇതാണ് എൻ്റെ ബ്രൊക്കോളികളെല്ലാം ഇതായിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ഫ്ലവർ ആയിട്ടുണ്ട്. പറിക്കാൻ ഒരു ദിവസം താമസിച്ചോ എന്നൊരു സംശയം. ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ഇത് പറിക്കാവുന്നതായിരുന്നു. ഞങ്ങൾ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഇത് മാത്രം ചെറുതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറിക്കാൻ 2 ദിവസം താമസിച്ചു. നമ്മൾ പിന്നെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ കുറച്ച് താമസിച്ച് പോയി പറിക്കാൻ. അതുകൊണ്ട് ഇത് ഇച്ചിരി നന്നായിട്ട് ആയി. നമുക്കിത് പറിച്ചെടുക്കാം. ഇപ്പം ഇന്ന് പറിച്ചെടുത്തില്ലെങ്കിൽ അത് പോകും. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ബ്രൊക്കോളി പറിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ 6 ബ്രൊക്കോളി തൈകളായിരുന്നു നട്ടത്. 6ഉം കായ്കളായിട്ടുണ്ട്, 6ഉം ഫ്ലവർ ആയിട്ടുണ്ട്. നമുക്കത് പറിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ബ്രൊക്കോളിയിൽ പറിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ കാണിക്കാം. നമ്മൾ ഫ്രഷ് ബ്രോക്കോളി പറിച്ചിട്ട് കൊണ്ട് നമ്മൾ ഫ്രഷ് ബ്രോക്കോളി അല്ലേ പറിച്ചിട്ട് വന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് സാലഡ് ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഒരു ബ്രോക്കോളി സാലഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രോക്കോളി സാലഡ് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ബ്രോക്കോളി എല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് കഴുകിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചുത്തുവെക്കോട്ടെ നിർത്തുകൊണ്ടാണേ. സ്വല്പസമയം ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ കഴുകിയെടുക്കാം. തായ് ഗാർഡനാണ്. തായ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ സീക്രട്ട് തായ് ഗാർഡൻ. പോട്ട് നമ്മളിവിടെ മെഴുക്ക് വരട്ടിയാണ് കിട്ടുന്നത്. ചിലതിന് മെഴുക്ക് വരട്ടി എന്ന് പറയും, ചിലതിന് ഉപ്പേരി എന്ന് പറയും. അപ്പം നമ്മൾ എണ്ണയ്ക്കകത്ത് കടുകിട്ട് പൊട്ടിച്ച് ഉള്ളിയും കരിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് വഴറ്റി മുളകും ഇട്ട് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഒന്ന് ബ്രൊക്കോളി ഒരുപാട് ചെറുതായിട്ട് അരിയണ്ട, ഇതുപോലെ ഈ പാകത്തിൽ അരിഞ്ഞ് ഒന്ന് ആവി കയറ്റിയെടുക്കും. അത്ര ഉള്ളൂ. ഒരുമാതിരി മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ഫ്ലെയിമിലിട്ട് കരിച്ച് കളയുന്നില്ല. ചെറിയ തീയിലിട്ട് മൂടി വെച്ചെങ്കിൽ അതിൻ്റെ കളറ് മാറിയിരിക്കും. അപ്പം കളറ് പോകാതിരിക്കുകയാണ് വെന്ത് കിട്ടുക. അതൊന്ന് ബ്ലാങ്കായി കിട്ടിയാൽ മതി. നമുക്ക് ബ്രൊക്കോളി നമുക്ക് പച്ചക്കാണെങ്കിലും തിന്നാൻ പറ്റുന്ന വെജിറ്റബിളാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബ്ലാങ്കായി കിട്ടിയാൽ മതി. നമ്മൾ ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു രുചിക്കും കേട്ടോ. ഈ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതോടൊപ്പം ഇട്ട് കൊടുക്കുന്നത് അടുത്ത കാര്യം എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് വാൾനട്ടാണ്. വാൾനട്ട് ഇട്ട് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് പ്രത്യേക രുചിയാണ് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ മുറിച്ചിടാമായിരുന്നു വേണമെങ്കിൽ. ഇതിങ്ങനെ കഴിക്കുമ്പോഴേ വാൾനട്ടൊന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നമ്മളിട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തായിരുന്നു. കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തെങ്കിൽ നമ്മുടെ ബ്രോക്കോളി മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ബ്രോക്കോളി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രോക്കോളി ഇവിടെ റെഡിയാണ് കേട്ടോ. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ തന്നെയാണെങ്കിലും കഴിക്കാൻ നല്ലൊരു
ഒരു ഫുൾ മീലായിട്ട് തന്നെ കഴിക്കാൻ പറ്റില്ല അത്. നമ്മുടെ ബ്രൊക്കോളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെഴുക്ക് പുരട്ടിയോ. അപ്പം നമ്മുടെ ബ്രൊക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണിത് കേട്ടോ.